ഗൈസ്, അപ്പോൾ വൈകുന്നേരത്തേക്കൊരു മുട്ട സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉള്ളി ഇതുപോലെ അരിഞ്ഞിടാം. ഉപ്പൊഴിക്കാം. ഞാൻ 1 സ്പൂൺ ഉപ്പേ ഒഴിച്ചിട്ടുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്യാം. ഉള്ളി ഇടാം. ഞാൻ ഇപ്പോൾ ഇച്ചിരി ഇടുന്നുള്ളൂ. ബാക്കിയോടെ അരിഞ്ഞിട്ട് ബാക്കി ഇടാം. അപ്പോൾ നമ്മൾ ചായക്ക് സ്നാക്ക് ആയതുകൊണ്ട് ചായയും തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഉള്ളി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഉള്ളിയും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കാന്താരി മുളക്, ഞങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഉള്ളായിരുന്നു. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം. 2 കാന്താരി മുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു 4 കുഴിയുള്ള തട്ടും ഒരു 5 കുഴിയുള്ള തട്ടുമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തടവുകയല്ല, ഒഴിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ അടുത്ത് തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ 5 കുഴിയാണുള്ളത്. അപ്പോൾ ഇതിലും എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ 5 കുഴിയും ഫില്ല് ചെയ്യാം. നിറച്ചിട്ട് നമുക്ക് ചായ ഓഫ് ചെയ്യണം ഗൈസ്. അപ്പോൾ ചായ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇടിയപ്പച്ചെമ്പ് അടച്ചു വെക്കാം. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. നമുക്ക് ചായ നോക്കാം. നമ്മളിപ്പോൾ മധുരം പഞ്ചസാര ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗൈസ്, തട്ടിന്ന് എടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്താണ്, ഓംലേറ്റിൻ്റെ ഒക്കെ തന്നെ ടേസ്റ്റാണ്. ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, എരിവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. നമുക്ക് പറഞ്ഞാൽ ഫുള്ള് തിന്നാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈസാന ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് നോക്കാം. കിഡിലെ സാധനം ഗൈസ്, കിഡിലെ സൂപ്പർ, അടിപൊളി.